സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുകയാണ്. നോമ്പിൻ്റെ ഓർമ്മകളുമായി നോയമ്പിൽ ചില സഹനങ്ങൾ, ത്യാഗങ്ങൾ എടുക്കുമ്പോൾ അതിനപ്പുറത്ത് ഒരു ഉയർപ്പിൻ്റെ ദിവസമുണ്ട്. ആ പ്രത്യാശയാണ് നമ്മളെ നയിക്കുന്നതും വഴി നടത്തുന്നതും. ത്യാഗങ്ങൾ എടുക്കുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന ഒരു വലിയ നന്മ നമ്മൾ ഓർക്കുന്നു. ലോകത്തിൽ ഏത് ദുഃഖത്തിനും ദുരിതത്തിനും വെറും 3 ദിവസത്തിൻ്റെ ആയുസേ ഉള്ളൂ. ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ വധിക്കപ്പെട്ടവൻ 3-ാം നാളിൽ ഉത്ഥാനം ചെയ്തു നമ്മൾ വായിക്കുന്നു, നമ്മൾ ധ്യാനിക്കുന്നു. ജീവിതം ഉയർപ്പിലേക്കുള്ള ഒരു യാത്രയാണ്. മനോഹരമായ പാട്ടില്ലേ, ഒരു രാത്രിയും പുലരാതെ ഇരുന്നിട്ടില്ല, ഒരു മഴയും തോരാതെയും ഇരുന്നിട്ടില്ല, എല്ലാ ദുഃഖത്തിനും ഒരു അറുതിയുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിൽ എത്ര വലിയ തകർച്ച കഴിഞ്ഞും ഒരു നന്മ. അത് ലോകം പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. ജീവിതത്തിൽ പകുതി ദുഃഖവും പകുതി സന്തോഷവും, ദിവസത്തിൻ്റെ പകുതി രാത്രി പകുതി പകൽ, ഓർഗൻ്റെ പകുതി വെളുത്ത കെട്ട പകുതി കറുത്ത കെട്ട, അതിൽ നിന്ന് മനോഹരമായ സംഗീതം ഉയരുന്നു. യേശു തൻ്റെ സഹന മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉയർപ്പിൻ്റെ പ്രത്യാശ നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് മരണത്തെ ഉറക്കം എന്നാണ് പൗലോസ്ലീഹ വിളിക്കുക. ലാസർ മരിച്ചപ്പോൾ യേശു പറഞ്ഞു, ലാസർ ഉറങ്ങുകയാണ്. അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ യേശു രാത്രിയിൽ ഉറങ്ങി, ഉയർപ്പിൻ്റെ പുലരിൽ എഴുന്നേക്കാൻ വേണ്ടി. നല്ല അമ്മച്ചിമാര് അലാം വെച്ചിട്ട് ഉറങ്ങാൻ പോകും. രാവിലെ 5:30 എഴുന്നേക്കാൻ വേണ്ടി രാത്രി കിടക്കുമ്പം അലാം വെക്കും. അലാം മുഴങ്ങുമ്പോൾ ചാടി എഴുന്നേക്കും. ഇതുപോലെ നമ്മളൊക്കെ മരിച്ച് അടക്കപ്പെടുമ്പോൾ നമ്മുടെ കല്ലറയുടെ തലക്കൽ ഒരു അലാം വെക്കും. ആ അലാമിൻ്റെ പേരാണ് അന്തിമകാഹളം. അത് കേൾക്കുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ലോകത്തിൽ 8-9 പതിറ്റാണ്ട് കഴിഞ്ഞ് പോകുന്ന മനുഷ്യൻ ഇവിടം കൊണ്ട് തീരുകയല്ല, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസം. യേശു ഉയർത്തു. പൗലോസ്ലീഹ പറയുന്നു, യേശുവിൻ്റെ ഉത്ഥാനം സത്യമല്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണം നിരർത്ഥകമാണ്. ഇന്ന്